السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. ബഹുമാനികളായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 12. ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. നാലാമത്തെ വരിയാണ് നമ്മളിപ്പോൾ ചൊല്ലിയത്. പല ഭാഗത്തു നിന്നും എപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടുന്ന ഒരു വരി കൂടിയാണ് ഇത്. എന്താണ് ബഹുമാനപ്പെട്ട മഖ്ദൂം അവർകൾ ഈ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? അല്ലയോ നബിയെ, കയ്യും കണക്കുമില്ലാതെ ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു. ആ ദോഷങ്ങളെപ്പറ്റി ഞാൻ അങ്ങയോട് പരാതി പറയുന്നു. ആ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി തങ്ങൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യണം എന്ന അർത്ഥത്തിൽ നബിയെ തങ്ങളോട് ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് ആവലാതി ബോധിപ്പിക്കുന്നു. തങ്ങളല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടലാണ്. നബിയെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ആ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി തങ്ങൾ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം എന്നാണ് ഈ വരിയിൽ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ നമ്മെ പഠിപ്പിച്ചു, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നബിയെ, ആ വിഭാഗം ആളുകൾ അവർ തെറ്റുകൾ ചെയ്തുകൊണ്ട് അവരുടെ ശരീരങ്ങളെ ആക്രമിച്ച് തങ്ങളെ സമീപിക്കുകയും അള്ളാഹുവിനോട് അവർ പൊറുക്കൽ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർക്ക് വേണ്ടി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, തൗബ കൂടുതൽ സ്വീകരിക്കുന്നവനായും വലിയ കാരുണ്യവാനായിക്കൊണ്ടും അവർക്ക് അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയും. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടിയാണ് ശഫാഅത്ത് തേടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ടുന്ന രൂപം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനും മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും റളിയല്ലാഹു അൻഹും സലാം പറഞ്ഞ ശേഷം അവൻ ആദ്യം നിന്ന സ്ഥലത്തേക്കു തന്നെ മടങ്ങണം. ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിൻ്റെ ഭാഗത്തേക്ക് മുന്നിട്ടുകൊണ്ട് അവൻ നിൽക്കണം. എന്നിട്ട് അവന് വേണ്ടി റസൂലുള്ളാഹിനെ കൊണ്ട് അവൻ തവസ്സുൽ ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ശഫാഅത്ത് ആവശ്യപ്പെടണം. അള്ളാഹുവിനോട് ശഫാഅത്ത് ആവശ്യപ്പെടണം. അള്ളാഹു തആല ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് ഇസ്തിശ്ഫാ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും പറയാൻ നല്ലത് ഇമാം മാവർദി തങ്ങളും ഖാദി അബൂ തയ്യിബ് തങ്ങളും മറ്റുള്ള മഹാന്മാരും ഹിക്കായത്ത് ചെയ്ത ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഉത്ബി റഹിമഹുല്ലാഹ് അവരെ തൊട്ട് വന്നൊരു സംഭവം. എന്താണ് കാര്യം? മഹാനായ ഉത്ബി തങ്ങൾ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഒരു അഅറാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ സലാം ചൊല്ലിയിട്ട് ആ അഅറാബി തുടർന്ന്
വഫാത്തായിപ്പോയ നബിയോട് പറയുന്നു, സമിഅതുല്ലാഹ യഖൂൽ, അല്ലാഹു തആല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. തെറ്റ് ചെയ്ത ആളുകൾ തങ്ങൾ അടുക്കൽ വന്നുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുകയും അവർക്ക് വേണ്ടി റസൂലാകുന്ന അങ്ങ് പൊറുക്കൽ തേടുകയും ചെയ്താൽ അല്ലാഹു തആല ദോഷങ്ങളെല്ലാം പൊറുക്കുമെന്നും തൗബ സ്വീകരിക്കുമെന്നും അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ, വഖദ് ജിഅ്തുക, ഞാൻ തങ്ങളടുക്കൽ വന്നിട്ടുള്ളത് എൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ വേണ്ടിയാണ്. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, തങ്ങളെ കൊണ്ട് എൻ്റെ റബ്ബിലേക്ക് ശഫാഅത്ത് തേടിക്കൊണ്ടുമാണ്. അതിനുശേഷം ആ അഅറാബി 2 ബൈത്ത് ചൊല്ലി, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ 2 ബൈത്ത് ചൊല്ലിയ ശേഷം ആ അഅറാബി തിരിച്ചുപോയി. ബഹുമാനപ്പെട്ട ഉത്ബി തങ്ങൾ തുടരുകയാണ്, അയാൾ പോയ ശേഷം എനിക്കുറക്കം വന്നു. ആ ഉറക്കത്തിൽ ഫറഅയ്തുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗം, ആ ഉറക്കിൽ ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവ് കണ്ടു, സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ഉത്ബി അൽഹിഖിൽ അഅറാബി, ഇപ്പോൾ വന്ന് എന്നടുക്കൽ വന്ന അഅറാബിൻ്റെ പിന്നാലെ പോയിട്ട് ഫബശ്ശിറുഹു, ആ അഅറാബിക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം, ബി അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു, അല്ലാഹു തആല ആ അഅറാബിക്ക് പുറത്തു കൊടുത്തിരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ആ അഅറാബിയോട് തങ്ങൾ പറയണം എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്ബി തങ്ങളോട് പറഞ്ഞ ആ സംഭവം ഇമാം നബവി ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ തങ്ങൾ ഉദ്ധരിക്കുന്നു. ചുരുക്കത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദോഷം പുറത്ത് കിട്ടാൻ വേണ്ടി ശഫാഅത്ത് തേടുക എന്നുള്ളത് നമ്മളെല്ലാം ചെയ്യേണ്ടുന്ന കാര്യമാണ്. അത് ചെയ്യൽ അനിവാര്യവുമാണ്. ആ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഈ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്തു തരുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.